ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്, ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിനെ പറ്റി പറയുക എന്നുള്ളതാണ്. അപ്പോൾ ചിത്രം കണ്ടപ്പോഴേ നിങ്ങൾക്കറിയാം, ഈ ചേട്ടനെ പിടിച്ചുകൊണ്ടുപോയി. ഈ ചേട്ടനെ പിടിച്ചുകൊണ്ടുപോയി. ഇത് രണ്ട് അയൽക്കാർ തമ്മിൽ നടന്ന പ്രശ്നമല്ല. അതായത് ഇപ്പോൾ നമ്മുടെ അയൽക്കാരും തമ്മിൽ പ്രശ്നം ഉണ്ടാവാം. നമ്മുടെ അയൽക്കാരൻ ചിലപ്പോൾ നമ്മുടെ പറമ്പിലേക്ക് ഫുഡ് വേസ്റ്റ് എറിഞ്ഞു എന്നൊക്കെ പരാതി കേൾക്കലുണ്ട്, അല്ലെങ്കിൽ അതിർത്തി തർക്കം ഉണ്ടാവലുണ്ട്. അതിൻ്റെ പേരിൽ അയൽക്കാർ മറ്റൊരു അയൽക്കാരനെ പിടിച്ചുകൊണ്ട് പോവുക, അതും വളരെ റെയറായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ്. നമ്മൾ ഈ 90s കിഡ്സ് ഞങ്ങൾ അനശ്വരമാക്കിയ ഒരു ആൽബം പാട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഒരു വരിയുണ്ട്, പിന്നെ 7-ാം കടലിൻ അടിയിൽ ഒളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിയിലെന്ന്. അങ്ങനെ തേടിയെത്തിയിരിക്കുകയാണ് ഈ ചേട്ടനെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, ഇതിൻ്റെ ഒരു ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇനി മുന്നോട്ടുള്ളത്, ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ച് തലയൊക്കെ പോഞ്ഞിരിക്കുന്ന സമയത്ത് ഇരുന്ന് കാണാവുന്ന ഒരു വീഡിയോ ആണിത്. ആ രീതിയിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വർഷം 2016 അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇലക്ഷനെ ആദ്യമായിട്ട് ക്ലോസ് ആയിട്ട് ഞങ്ങൾ ഒബ്സർവ് ചെയ്യുന്നൊരു സമയം. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സാധനങ്ങളെ പറ്റിയൊക്കെ പഠിച്ചു തുടങ്ങുന്നത്. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അട്ടിമറി വിജയം നേടിയ വ്യക്തിയാണ് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ വിചാരിച്ചു, ഈ ചങ്ങാതി എന്തെങ്കിലുമൊക്കെ ചെയ്യും, വെറൈറ്റി ആയിട്ട് ചെയ്യും. കാരണം മൂപ്പര് പറയുന്ന ചില കാര്യങ്ങളോടൊക്കെ അന്ന് പൊളിറ്റിക്കലി കണക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ പറയട്ടെ, ട്രംപ് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. ഇയാൾ എന്ത് ചിന്തിക്കും, ഇയാൾ എന്ത് പറയുമെന്ന് ഇയാൾക്ക് പോലും പറയാനായിട്ട് സാധിക്കുന്നില്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റ് ആണ് ഈ അടുത്ത് നടന്നത്. നമുക്കറിയാം, എലോൺ മസ്കുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷം ട്രംപ് കൂടുതലും ട്വിറ്റർ അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ട്രംപിൻ്റെ ഓൺ പ്ലാറ്റ്ഫോമും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് ഏത് പ്ലാറ്റ്ഫോമെന്ന് അറിയാമെങ്കിൽ പറയണേ. ട്രംപ് ഫണ്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അറസ്റ്റ് ചെയ്തു. എന്തിനാണ്? ഞങ്ങൾ ആളെ US കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ഞങ്ങൾ മൂപ്പരുടെ കാര്യങ്ങൾ, മൂപ്പരുടെ ഭാവി എന്താണ്, മൂപ്പർക്ക് നീതി ന്യായം കിട്ടണോ എന്നുള്ളത് ചർച്ച ചെയ്യും. നിക്കോളാസ് മഡൂറോയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. നോക്കി, നിക്കോളാസ് മഡൂറോ ഓൺ ബോർഡ് ദ USS ഐവോ എന്നായിരിക്കൂലേ, ഐവോ ജിമോ. അതായത് അവരുടെ ഒരു ഷിപ്പാണ്. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ആ ഒരു ഷിപ്പിനകത്ത് ഒരു രാജ്യത്ത് പോയി അവിടുത്തെ ചങ്ങാതി എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് വന്നു. അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ലോകത്തിലെ സോകോൾഡ് സ്ട്രോങ്ങസ്റ്റ് ഡെമോക്രസിയുടെ പ്രസിഡന്റായിട്ടുള്ള വ്യക്തി, ആ വ്യക്തിയുടെ പേരെന്താണ്? ആ വ്യക്തിയുടെ പേരാണ് ഡൊണാൾഡ് ജോൺ ട്രംപ്. അപ്പോൾ 1946 ജനിച്ച ഇദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം 80 വയസ്സാകുന്നു. അപ്പോൾ പ്രായത്തിൻ്റെതായിട്ടുള്ള, നമ്മൾ പറയില്ല 6, 60, ഒരു കൊല്ലം എന്നൊക്കെ കാരണന്മാർ പറയില്ലേ, ഇതിപ്പോൾ 80 ആകുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വാശി കൂടും, കുറച്ചുകൂടെ ചിന്തയിലുള്ള ഞാൻ പ്രായമായ ആളുകളെ കളിയാക്കുമല്ലോ. എന്നിരുന്നാലും രാഷ്ട്രീയത്തിൽ ഒരു റിട്ടയർമെൻറ്റ് ഏജ് വേണമെന്നുള്ളതിൻ്റെ ഒരു മകുടോദാഹരണമാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. ആരാ ഇദ്ദേഹം? US-ൻ്റെ 47ാമത്തെ പ്രസിഡന്റാണ്. അമേരിക്കൻ സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്നുള്ള ഫീച്ചർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്നുള്ള ഫീച്ചറല്ല, ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ സാധനം. ഇന്ത്യ ഒരു പാർലമെന്ററി സിസ്റ്റം ആണല്ലോ. അമേരിക്കൻ പ്രസിഡന്റിന് ടേമിൽ ലിമിറ്റ് ഉണ്ട്, 2 തവണ ആകാൻ സാധിക്കുകയുള്ളൂ. ഇദ്ദേഹമായിരുന്നു അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡന്റ്. ഞാൻ പറഞ്ഞില്ല, 2016 ഇലക്ഷൻ കഴിഞ്ഞ് 17 മുതൽ 21 വരെ ഇദ്ദേഹം വന്നു. പിന്നീട് ഇദ്ദേഹം തോൽക്കുന്നു, പിന്നീട് ഇദ്ദേഹം വീണ്ടും ജയിക്കുന്നു. പ്രസന്റ്ലി അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റാണ്. നിലവിൽ അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പറാണ്. നിലവിൽ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുമ്പോൾ ഇതിന് മുന്നേ പാർട്ടി മാറിയിട്ടുണ്ടോ? അമേരിക്കയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി. കുറച്ചു കാലം മൂപ്പര് ഡെമോക്രാറ്റായിരുന്നു കേട്ടോ. അത് പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. കുറച്ചു കാലം മൂപ്പര് ഡെമോക്രാറ്റായിരുന്നു. ഇദ്ദേഹം പിടിച്ചുകൊണ്ട് വന്ന വ്യക്തി ആരാണ്? വ്യക്തിയാണ് നിക്കോളാസ് മഡൂറോ. ആരായിരുന്നു അദ്ദേഹം? 2013 മുതൽ പുറത്താക്കുന്നതുവരെ, പിടിച്ചുകൊണ്ട് വരുന്നതുവരെ വെനസ്വേലയുടെ പ്രസിഡന്റ് ആയിരുന്നു. വെനസ്വേലയെ പറ്റി നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ ചാൻസ് ഉള്ളത് ഈ 2000-കളിലൊക്കെ വാർത്തയിൽ നിറഞ്ഞു നിന്ന ഒരു പേരാണ്. ആളുടെ പേരാണ് ഹ്യൂഗോ ഷാവേസ്. എന്നൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ ബ്രീഫ്ലി മൂപ്പരെ പറ്റി കാണും. കാരണം വെനസ്വേലയുടെ ചരിത്രം പറയുമ്പോൾ ഹ്യൂഗോ ഷാവേസിനെ പറയാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ ഹ്യൂഗോ ഷാവേസ് വളർത്തിക്കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ അരുമ ശിഷ്യനായിരുന്നു നിക്കോളാസ് മഡൂറോ. ഹ്യൂഗോ ഷാവേസ് വെനസ്വേലയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം.
ഇദ്ദേഹത്തിനെ പറ്റി ചോദിക്കാൻ ചാൻസ് ഉള്ളൊന്ന് ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഹ്യൂഗോ ഷാവേസ് സ്ഥാപിച്ച പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവ്, ഇപ്പോൾ തൽക്കാലം നേതാവ് ഇല്ലാണ്ടിരിക്കുകയാണ്. ആ പാർട്ടിയുടെ പേരാണ് യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് വെനസ്വേല. അപ്പോൾ പാർട്ടി എന്താണ്? പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് കേട്ടോ, അത് ഓർത്തിരിക്കണേ. പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. എവിടെയാണ് വെനസ്വേല? വെനസ്വേല എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ദൂരം പോകണം. നമ്മൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പോവുക. നോർത്ത് അറ്റ്ലാന്റിക്, സൗത്ത് അറ്റ്ലാന്റിക്, ആ ഭാഗത്ത് കിടക്കുന്ന സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള ബ്രസീലിനോട് ചേർന്ന് കിടക്കുന്നു നമ്മുടെ വെനസ്വേല. അതായത് ഒരു സൈഡിൽ ബ്രസീലുമായിട്ട് മറ്റൊരു സൈഡിൽ കൊളംബിയ എന്ന് പറയുമ്പോൾ പാബ്ലോ എസ്കോബാർ നാർക്കോ സീരീസ് ഒക്കെ വെച്ച് പലർക്കും അറിയാം. ഒരു സൈഡിൽ ഗയാനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈ ഭാഗത്തേക്ക് അറ്റ്ലാന്റിക്കുമായിട്ടും ഈ ഭാഗത്ത് കരീബിയനായിട്ടും. അതുകൊണ്ട് തന്നെ കരീബിയനിൽ കിടക്കുന്ന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ക്രിക്കറ്റൊക്കെ ഫോളോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവരൊക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് വെനസ്വേല എന്ന് പറയുന്നത്. ആ വെനസ്വേലയുടെ ക്യാപിറ്റലിൽ നിന്നും കരാക്കസിൽ നിന്നും US ഹെലികോപ്റ്ററിൽ ഈ ചങ്ങാതിനെ നേരത്തെ പറഞ്ഞ കപ്പലിലേക്ക് കൊണ്ടുപോകുന്നു. USS അയോജിമയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, നിങ്ങൾ ക്യൂബ എന്നൊരു രാജ്യം കേട്ടിട്ടുണ്ടാകും. ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ ക്യൂബയിൽ പിന്നെ US-ന്റെ ഒരു ബേസ് ഉണ്ട്. അതാണ് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകാം, ചില ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണിക്കുന്നുണ്ട്. ഗ്വാണ്ടനാമോ ബേ, അങ്ങോട്ട് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അവിടെ നിന്നുമാണ് അദ്ദേഹത്തിനെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയത്. എന്തിനു വേണ്ടിയാണ് മൂപ്പരെ പിടിച്ചത്? ട്രംപ് പറയുന്നു അമേരിക്കയിലേക്ക് ഡ്രഗ് കടത്തിവിടുന്നത്, വെപ്പൺസ് കടത്തിവിടുന്നത് പ്രധാനമായിട്ടും ഈ മഡൂറോയാണെന്ന്. അപ്പം അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ, നമുക്ക് നോക്കാം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തൊക്കെ നമ്മൾ വെനസ്വേലയെ പറ്റി അറിയണം? വെനസ്വേലയുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ബൊളിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനസ്വേല എന്നാണ്. ബൊളിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനസ്വേല. നിങ്ങൾ NCERT-യിൽ വേൾഡ് ഹിസ്റ്ററി വായിക്കുമ്പോൾ അതിനകത്ത് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ പഠിക്കുന്നുണ്ടാവും. നമ്മുടെ SSCRR പരീക്ഷയുടെ സിലബസിന്റെ ഭാഗമല്ല, PSC പരീക്ഷയൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ പഠിക്കും. ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷനിൽ, അതായത് സ്പെയിനും മറ്റുമെതിരെ പോരാടിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട്. സൈമൺ ബൊളിവർ എന്നാണ് ആ വ്യക്തിയുടെ പേര്. സൈമൺ ബൊളിവർ. ഗ്രാൻഡ് കൊളംബിയ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് കാണുന്ന ഈ രാജ്യങ്ങളൊക്കെ ചേർത്ത് ഒരു ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് നയിച്ച വ്യക്തി. ആ വ്യക്തി വെനസ്വേലക്കാരനാണ്. അപ്പോൾ ആ വ്യക്തിയുടെ പേരിലാണ് വെനസ്വേല ഒഫീഷ്യലി അറിയപ്പെടുന്നത്. എങ്ങനെയാണ്? ബൊളിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനസ്വേല. എവിടെയാ? സൗത്ത് അമേരിക്കയുടെ നോർത്തേൺ പോർഷനിൽ. ഓക്കെ, കരീബിയൻ കടലിനോട് ചേർന്ന്. ഏതൊക്കെ രാജ്യങ്ങളായിട്ട് അതിർത്തി പങ്കിടുന്നത്? കൊളംബിയ, ബ്രസീൽ, പിന്നെ ഗയാന. ഇവരുടെ ക്യാപിറ്റൽ നമ്മളോട് ചോദിക്കാം. കരാക്കസ് ആണ് ക്യാപിറ്റൽ. ഒഫീഷ്യൽ ലാംഗ്വേജ് നമ്മളോട് ചോദിക്കാം. നമ്മൾ ഈ പ്രദേശത്തിന് ലാറ്റിൻ അമേരിക്ക എന്ന് പറയില്ലേ, പോർച്ചുഗലും സ്പെയിനും ഒക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന. ഇവിടെ പല രാജ്യങ്ങളിലെ ഒഫീഷ്യൽ ഭാഷ എന്ന് പറയുന്നത് പോർച്ചുഗീസ്, സ്പാനിഷ് ആണ്. വെനസ്വേലയുടെ ഒഫീഷ്യൽ ഭാഷ എന്ന് പറയുന്നത് സ്പാനിഷ് ആണ്. അവരൊരു സ്പെയിനിന്റെ കോളനി ആയിരുന്നു. ഇവരുടെ കറൻസിയുടെ പേര് ചോദിക്കാം. ഓക്കെ, ഇവരുടെ കറൻസിയുടെ പേരാണ് വെനസ്വേലൻ ബൊളിവർ. ക്ലിയർ ആണോ? ഈ ബൊളിവറിന്റെ ഒരു ഹൈപ്പർ ഇൻഫ്ലേഷൻ കഥയുണ്ട്, നമ്മൾ ഇത്തിരി കഴിയുമ്പോൾ കാണും. ആരാണ് ഇപ്പോഴത്തെ വെനസ്വേലയുടെ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഉത്തരവില്ല, കാരണം മഡൂറോനെ പിടിച്ചുകൊണ്ടുപോയല്ലോ. സോ മഡൂറോട് അസോസിയേറ്റ് ആയിരുന്ന ഒരു ചേച്ചിയുണ്ട്, ഡെൽസി റോഡ്രിഗസ്. മൂപ്പത്തി താൽക്കാലികമായിട്ട് പ്രസിഡന്റ് ആയിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് ട്രംപ് അവരാണ് പണി ഏൽപ്പിച്ചിട്ടുള്ളത്. ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ട്രംപിന് കുറച്ചുകൂടെ വിശ്വസ്തയുള്ള മറ്റൊരാളുണ്ട്, ആ വ്യക്തിനെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. ആരാണ് ആ വ്യക്തി എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ദാ ഈ കിടക്കുന്ന സ്ഥലമാണ് വെനസ്വേല. വെനസ്വേലയുടെ ജോഗ്രഫി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെനസ്വേലയുടെ ജോഗ്രഫി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ്. ഇപ്പൊ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ പോപ്പുലേഷൻ ആണ്. കൃത്യമായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 150 കോടി ജനത എന്ന് പറയുന്നത് ലോകത്തിന് മുതൽക്കൂട്ടാവാം കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ. എന്താണ് വെനസ്വേലയുടെ സിഗ്നിഫിക്കൻസ്? വെനസ്വേലയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓയിൽ റിസർവാണ്. വെനസ്വേലയിൽ നിലവിലുള്ള റിസർവ്, നിലവിൽ എസ്റ്റിമേറ്റ് പ്രകാരം അത് 303 ബില്യൺ ബാരൽസ് എന്ന് പറയുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള രാജ്യം അത് വെനസ്വേലയാണ്. ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം എന്നല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള രാജ്യം അത് വെനസ്വേലയാണ്. വെനസ്വേല സൗദി അറേബ്യയ്ക്ക് മുകളിൽ അവരുടെ സ്ഥാനം. നമ്മൾ ഒപ്പെക്കൊക്കെ പഠിക്കുമ്പോൾ സൗദി അറേബ്യക്കാണല്ലേ ഓയിൽ ആൻഡ് പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യുന്ന കുറച്ച് രാജ്യങ്ങൾ. ഇറാന് മുകളിൽ അവിടെ സ്ഥാനം. അമേരിക്കയ്ക്ക് എത്രയുണ്ടോ അതിൻ്റെ ഏകദേശം 5-6 ഇരട്ടി റിസർവ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ആണ്, ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കുറക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വെനസ്വേലയിലേക്ക് ട്രംപ് വരാനുള്ള കാരണം ഇതാണോ? നമുക്ക് നോക്കാം.
ഈ ഓയിൽ റിസർവ് ആണോ കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇത്രയും ഉണ്ടായിട്ടും ഇവർ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാത്തത്, അതിൻ്റെ കാരണവും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് ഒന്ന് നോക്കുക. വേൾഡ് വൈഡ് പ്രൂവൺ ക്രൂഡ് ഓയിൽ റിസർവ്സ്. ഈ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്നെ എക്സ്ട്രീം ലെഫ്റ്റ് ആയിട്ടൊന്നും മുദ്ര കുത്തരുത് കേട്ടോ. നിലവിൽ ട്രംപിനെ അനുകൂലിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നമ്മുടെ കയ്യിൽ പോയിന്റുകളൊന്നുമില്ല. അപ്പം മൂപ്പര് എതിർക്കുക എന്നുള്ളതേ മാർഗമുള്ളൂ. അതുകൊണ്ട് ഞാൻ മറ്റേ ആൻറ്റി ബൂർഷ്വാസിയാണ്, പ്രൊലിറ്റേറിയറ്റിൻ്റെ ഭാഗമാണ്, അങ്ങനെയൊക്കെ പറയരുത് ദയവ് ചെയ്ത്. ഓക്കെ, വെനസ്വേല അമേരിക്ക ഇപ്പോൾ പിടിച്ചെടുത്തു. സൗദിയായിട്ട് തരക്കേടില്ലാത്ത ബന്ധമുണ്ട്. ഇറാനായിട്ട് ജഗടയാണ്. കാനഡ അയൽക്കാരാണ്, നല്ല ബന്ധമാണ്, പ്രശ്നമൊന്നുമില്ല. ഇറാഖ് ഓൾറെഡി തകർത്താണ്. UAEയും കുവൈത്തുമായിട്ട് വലിയ പ്രശ്നമില്ലാത്ത ബന്ധമുണ്ട്. റഷ്യ ശത്രുക്കളാണ്. അമേരിക്ക അത് അവർ തന്നെയാണ്. ലിബിയ അത് പണ്ടേ തകർത്താണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, എണ്ണയുമായിട്ട് അമേരിക്കയ്ക്കുള്ള ബന്ധം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ബന്ധമാണ് കേട്ടോ. എണ്ണയും അമേരിക്കയും തമ്മിലുള്ള കഥ അത് വല്ലാത്തൊരു കഥയാണ്. യെസ്, വെനസ്വേല ഈസ് അൻ എക്സാമ്പിൾ ഓഫ് എ പെട്രോ സ്റ്റേറ്റ്. അതായത് ഗവൺമെന്റിന്റെ ഓൾമോസ്റ്റ് ഒരു 66 മുതൽ 70% വരെ അവരുടെ ബഡ്ജറ്റ്, അവരുടെ റവന്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന ക്രൂഡ് ഓയിലിനെയാണ്. സോ ഗവൺമെന്റ് ഭയങ്കരമായിട്ട് ക്രൂഡ് ഓയിലിനെ, ഫോസിൽ ഫ്യൂവലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പെട്രോളിയം ഡിപ്പെൻഡന്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ പെട്രോ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. വെനസ്വേല ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് പെട്രോ സ്റ്റേറ്റ്. വെനസ്വേലയിൽ അധികാരം ചില വ്യക്തികളിലേക്ക് കുമിഞ്ഞുകൂടിയിരിക്കുന്നുണ്ടോ? യെസ്, മനസ്സിലാക്കുന്നത് പ്രകാരം നിക്കോളാസ് മഡൂറോ വാസ് എ ഡിക്റ്റേറ്റർ. ഒരു ഏകാധിപതിയായിരുന്നു അദ്ദേഹം. പവർ ഈസ് കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ പവർ വാസ് കോൺസെൻട്രേറ്റഡ്. അഴിമതി ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥലത്ത് അഴിമതി ഉണ്ടാവില്ലേ? ഈ പറയുന്ന വെനസ്വേല അത്യാവശ്യം നല്ലപോലെ ഭരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2010 പറയുന്നത് വെനസ്വേലയുടെ ഒരു ഗോൾഡൻ പീരീഡ് ആണ്. ഹ്യൂഗോ ഷാവേസിന്റെ കാലഘട്ടമാണ്. അന്ന് പെട്രോളിന് ബാരലിന് ഏകദേശം $100 വിലയുണ്ടായിരുന്നു. പെട്രോൾ നമുക്കറിയാം എളുപ്പത്തിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആ സമയത്ത് ഉള്ള സർവീസുകളൊക്കെ ഫ്രീ. ആൾക്കാർക്ക് ജോലി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം ഫ്രീ. ഹെൽത്ത് കെയർ ഫ്രീ, അത് ഫ്രീ, ഇത് ഫ്രീ. അങ്ങനെ ആളുകൾ മടിയന്മാരായി വരുന്ന സമയത്ത് ബാരലിന് വില ഇടിയുന്നു. $30 ആകുന്നു വെറും 2 വർഷത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? അതായത് $70 ഒരൊറ്റ ഇടിയിലങ്ങ് ഇടിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കുറയുന്നു. സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആ രാജ്യത്ത് വരും. ക്ലിയർ ആണോ? വെനസ്വേല ഫേസ്ഡ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കും. നമ്മൾ പറയും ഏതൊരു രാജ്യത്തിനും ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്, ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് വരെ. ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ RBI അല്ലെങ്കിൽ അവരുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ടാർഗറ്റ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ, അതിൻ്റെ പെർസെൻറ്റേജ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻ അതറിയാവുന്നവരൊന്ന് പറയുക കേട്ടോ. ഇൻഫ്ലേഷൻ ടാർഗറ്റ് എത്രയാണെന്ന് അറിയാവുന്നവർ പറയുക. ഒരു 6, 7, 8% മുകളിലേക്കൊക്കെ ഇൻഫ്ലേഷൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും രാജ്യം സ്റ്റേബിൾ അല്ല. വെനസ്വേലയിൽ ഒരു സമയത്ത് ഇൻഫ്ലേഷൻ 130,000% ആയിരുന്നു. 2018 നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 200% അവിടുത്തെ ഇൻഫ്ലേഷൻ. ഏകദേശം 200% അവിടുത്തെ ഇൻഫ്ലേഷൻ. അപ്പോൾ ആ രാജ്യം കൃത്യമായ രീതിയിലല്ല ഭരിക്കപ്പെടുന്നത്. ശരിയാണ്. ഗ്രോയിങ് ഓട്ടോക്രസി, ഏകാധിപതിയായി ഭരിക്കുന്ന നിക്കോളാസ് മഡൂറോ അവിടെ ഉണ്ടായിരുന്നു. ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക്കൽ ഫീച്ചേഴ്സ് ഒന്നും കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്തിരുന്നില്ല. ക്ലിയർ ആണോ? ഇതൊന്ന് വായിക്കണേ. As Venezuelan President Nicolas Maduro faces growing US military pressure and calls for his resignation, ഇൻഫ്ലേഷൻ റിട്ടേൺസ്. അദ്ദേഹത്തിനെ പുറത്താക്കുന്നതിന് മുൻപുള്ളൊരു കാര്യമായിരുന്നു. ഈ വെനസ്വേലയുടെ പുറത്ത് ഒരുപാട് എക്കണോമിക് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഓൾറെഡി നശിച്ചുകൊണ്ടിരുന്ന വെനസ്വേല ഈ സാങ്ഷൻസ് വന്നപ്പോൾ വീണ്ടും ഇൻഫ്ലേഷനെ ഫേസ് ചെയ്തിരുന്നു. അപ്പോൾ വെനസ്വേലൻ ജനതയുടെ ഏറ്റവും വലിയ പ്രശ്നം മഡൂറോ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഡൂറോ ആയിരുന്നില്ല, ഹൈപ്പർ ഇൻഫ്ലേഷൻ ആയിരുന്നു. അതിന് മഡൂറോ ഒരു കാരണക്കാരനായിരുന്നു. അവിടുത്തെ കറൻസിയുടെ വാല്യൂ എത്രത്തോളം കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറൻസി ഉപയോഗിച്ചിട്ട് ആളുകൾ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ചാനൂദാരോ എന്ന് പറയുന്ന ക്രാഫ്റ്റ് വില്ലേജിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെ ആളുകൾ കറൻസി ഉപയോഗിച്ച് ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അത്രത്തോളം മോശമായി അവിടുത്തെ കറൻസിയുടെ അവസ്ഥ. നമുക്കറിയാം, നമ്മൾ വെള്ളം ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾക്കും അങ്ങോട്ടേക്കുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് ടോയ്ലറ്റ് പേപ്പറാണ്. ഒരു റോള് ടോയ്ലറ്റ് പേപ്പർ മേടിക്കാനായിട്ട് നമ്മൾ പറഞ്ഞല്ലോ വെനസ്വേലിയൻ ബൊളിവറാണെന്ന്. 2.6 മില്യൺ ബൊളിവേഴ്സ്. മില്യൺ എന്ന് പറയുമ്പോൾ 10 ലക്ഷമാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം കേട്ടോ. ഇത്രയും സ്റ്റാക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ ഒരു ടോയ്ലറ്റ് പേപ്പർ മേടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, ചിക്കൻ മേടിക്കാനായിട്ട് 14 മില്യൺ ബൊളിവർ.
ആ ചിത്രത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് ഏകദേശം ഒരു 2-2.5 കിലോ ഉള്ള ചിക്കനായിരുന്നു. 14 മില്യൺ ബോളിവർ കൊടുത്താലാണ് ഒരു ചിക്കൻ കിട്ടുക. ആ ഒരു ചാക്ക് നിറച്ച് കറൻസി കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കയ്യിൽ ഒരു ചെറിയ കോഴിയായിട്ട് നമുക്ക് വരാം. ഞാൻ നേരത്തെ ഹോംവർക്കായിട്ട് പറഞ്ഞില്ലേ, അതാണ് നമ്മുടെ ഹോംവർക്ക്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ അടുത്ത് വന്ന വാർത്തയാണ്, ജനുവരി 2026, ഈ മാസമാണ്. ഇന്ത്യ ലൈക്ലി ടു റിട്ടേൺ 4% ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫോർ ഇറ്റ്സ് സെൻട്രൽ ബാങ്ക്. അതായത് ആ ഒരു ടാർഗറ്റ് തന്നെയാണ് RBI മെയിൻറ്റെയിൻ ചെയ്യാൻ ചാൻസ്. RBI പറയുന്നത് 2 to 6% ആണ്. അതായത് 4 + or -2, 4 - 2, 2 മുതൽ 4 + 2 6 വരെ ഹെൽത്തി ആയിട്ടുള്ള ടാർഗറ്റാണ്. ആ റേഞ്ചിലേക്ക് നമുക്കത് പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് പറയുന്നത്. എന്നാൽ വെനസ്വേലയിലേക്ക് നിങ്ങൾ നോക്കുക, ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉള്ള രാജ്യങ്ങളാണ്. ഈ പെർസെൻറ്റേജ് എത്രയാണെന്ന് വായിക്കാൻ പറ്റുമെങ്കിലൊന്ന് വായിച്ചു നോക്കി. ലോകത്ത് ഹൈപ്പർ ഇൻഫ്ലേഷൻ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന, അതായത് ജീവിതം ഏറ്റവും ദുരിതത്തിലേക്ക് പോകുന്ന, പട്ടിണി ഫേസ് ചെയ്യേണ്ടി വരുന്ന, അപ്പോൾ കൃത്യമായിട്ട് തൊഴിലുണ്ടാവില്ല, ഇതൊക്കെ കണക്റ്റഡ് ആണ്. ആ രാജ്യമായിരുന്നു വെനസ്വേല. ബാക്കിയുള്ള രാജ്യങ്ങൾ ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടാ. അതിൽ ടോപ്പിൽ നിൽക്കുന്ന ആരാണ്? വെനസ്വേലയാണ്. അപ്പോൾ വെനസ്വേലയിൽ എല്ലാം കറക്റ്റ് ആയിരുന്നോ? അല്ല, വെനസ്വേലയിൽ എല്ലാം കറക്റ്റ് ആയിരുന്നില്ല. വെനസ്വേലയിൽ കറപ്ഷൻ ഉണ്ടായിരുന്നു, വെനസ്വേലയിൽ അഴിമതി ഉണ്ടായിരുന്നു, വെനസ്വേലയിൽ ഒരു ഇലക്ഷൻ അട്ടിമറി നടന്നു എന്ന ആരോപണം നടന്നിട്ടുണ്ട്. വെനസ്വേലയിൽ ഒരു ഓട്ടോക്രാറ്റ് പതുക്കെ വളർന്നു വരികയായിരുന്നു. പക്ഷെ ട്രംപ് ചെയ്തത് കറക്റ്റാണോ? നമുക്കതിലേക്ക് വരാം. വെനസ്വേല എന്താ? വെനസ്വേലയുടെ പ്രത്യേകത, ഇറ്റ് ഈസ് ഹോം ടു ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൂവൺ ഓയിൽ റിസർവ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള രാജ്യം വെനസ്വേലയാണ്. വെനസ്വേല റഫ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്രയാണെന്നറിയോ? 1 മില്യൺ ബാരൽ പെർ ഡേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അവരല്ലേ? പക്ഷെ അല്ല. ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിൽ 1% പോലും വെനസ്വേലയിൽ നിന്ന് വരുന്നില്ല. ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിൽ 1% പോലും വെനസ്വേലയിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ വെനസ്വേല നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞാൽ വെനസ്വേല ഞാനിങ്ങ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അവിടെ നിന്ന് കൃത്യമായ രീതിയിൽ പ്രൊഡക്ഷൻ കൊണ്ടുവരാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് വല്ലാത്തൊരു വരുമാനമായിരിക്കും. എന്താണ് വെനസ്വേല പ്രൊഡ്യൂസ് ചെയ്യാത്തത്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്റർനാഷണൽ സാങ്ഷൻസ്, അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ സാങ്ഷൻസ്. കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വരിക, കൃത്യമായിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ വരിക. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, മെയിൻ്റനൻസ് ഇല്ല, അത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അതുകൊണ്ട് ആ സാധനം ഇങ്ങനെ ടാപ്പ് ചെയ്യപ്പെടാതെ കിടക്കുകയാണ്. ഇനി അത് ടാപ്പ് ചെയ്യപ്പെട്ടോളൂ കേട്ടാ, അതിന് യാതൊരു സംശയമില്ല. ക്ലിയർ ആണോ? വെനസ്വേലയിൽ ഈ അടുത്താണ് ഇലക്ഷൻ കഴിഞ്ഞത്. നിക്കോളാസ് മഡൂറോ, ഞാൻ പറഞ്ഞില്ല 2013 മുതൽ മൂപ്പര് ഇങ്ങനെ സ്ഥാനത്തിരിക്കുകയാണ്. മൂപ്പര് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ വന്നൊരു വാർത്തയാണ്, എവിഡൻസ് ഷോസ് വെനസ്വേലാസ് ഇലക്ഷൻ വാസ് സ്റ്റോളൻ. നമ്മുടെ നാട്ടിലും ഇലക്ഷൻ കഴിയുമ്പോൾ പറയില്ലേ, വോട്ട് മോഷ്ടിക്കപ്പെട്ടു, EVM വർക്കായില്ല. ഏതൊരു നാട്ടിലും ഉറപ്പായിട്ടും ജയിക്കുന്ന പാർട്ടിയെ പറ്റി പ്രതീക്ഷ പറയുന്ന ഒരു സാധനമാണ്. അതിൽ കുറേയൊക്കെ സത്യം ഉണ്ടാവും, ഇല്ലാന്നല്ല. ഇവിടെയും കുറേയൊക്കെ സത്യം ഉണ്ടാവും. ഞാനിപ്പോൾ ഏതായാലും വെനസ്വേലയിൽ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പത്രമാധ്യമങ്ങളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വെനസ്വേലയിൽ നിന്ന് എനിക്ക് സുഹൃത്തുക്കൾ ആരുമില്ല. അപ്പോൾ വായിക്കുന്നത് പ്രകാരം ഒരു പക്ഷേ ആ ഒരു ഇലക്ഷൻ മോഷ്ടിച്ചതാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് വെനസ്വേലൻ കോർട്ടിൽ പോകുന്നുണ്ട്. വെനസ്വേലൻ കോടതി പറയുന്നു മഡൂറോ എന്ന് പറയുന്ന വ്യക്തി ആക്ച്വലി ജയിച്ചു. വലിയ അട്ടിമറി കാര്യങ്ങളൊന്നും ആ ഇലക്ഷനിൽ നടന്നിട്ടില്ല. അപ്പോൾ വെനസ്വേലൻ കോടതി അങ്ങനെ പറഞ്ഞു. അതിലും എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞില്ല. പക്ഷേ വെനസ്വേലൻ കോടതി പറഞ്ഞല്ലോ, മഡൂറോ ഡിക്ലെയർഡ് വിക്ടർ ഓഫ് വെനസ്വേലാസ് ഡിസ്പ്യൂട്ടഡ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ്. അങ്ങനെ ഇലക്ഷൻ നടന്നു, മഡൂറോ ജയിച്ചു, കോടതിയിൽ കേസ് പോയി, മഡൂറോ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. ക്ലിയർ? വെനസ്വേല സെക്യൂരിറ്റി ഫോഴ്സസ് സ്വൂപ്പ് ഓൺ ആക്ടിവിസ്റ്റ് ആസ് റിപ്രഷൻ വോസൻസ്. ഈ ഇലക്ഷൻ നിങ്ങൾ അട്ടിമറിച്ചതാണെന്ന് പറഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങിയ പ്രക്ഷോഭം നടത്തിയ ആളുകളെ കുറേ പേര് മരണപ്പെടുന്നുണ്ട്. മിലിറ്ററി ഉപയോഗിച്ച് അവരെ അട്ടിമറിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പറഞ്ഞു, ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ലോകത്തെ എല്ലായിടത്തും ജനാധിപത്യം നിലവിലാക്കുക അല്ലെങ്കിൽ നടപ്പിൽ കൊണ്ടുവരിക എന്നുള്ള സ്വയം പ്രഖ്യാപിത അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുന്ന ചേട്ടനും ചേച്ചിയും. അവരാണ് US ഭരിക്കുന്നത്. ചേച്ചി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ, ചേട്ടന്മാർ മാത്രമേ വന്നിട്ടുള്ളൂ. യുണൈറ്റഡ് സ്റ്റേറ്റ് ഹാസ് ഇമ്പോസ്ഡ് ന്യൂ സാങ്ഷൻസ് ഓൺ വെനസ്വേല. വെനസ്വേലൻ പൊളിറ്റിക്കൽ ലീഡേഴ്സിനല്ല, ജുഡീഷ്യൽ ആൻഡ് ഇലക്ഷൻ ഒഫീഷ്യൽസ് മഡൂറോനെ സഹായിച്ചു, അതുകൊണ്ട് നിങ്ങളുടെ പുറത്ത് ഞങ്ങൾ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നു. ജുഡീഷ്യറി നിങ്ങൾ സഹായിച്ചു മൂപ്പരെ, അതുകൊണ്ട് നിങ്ങളുടെ പുറത്ത് ഞങ്ങൾ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? അപ്പോൾ ഓൾറെഡി വെനസ്വേലൻ ഇലക്ഷനെ US എഗ്രി ചെയ്തിരുന്നില്ല. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ദ US ഹാസ് റെക്കഗ്നൈസ്ഡ് വെനസ്വേലൻ ഒപ്പോസിഷൻ ലീഡർ എഡ്മുണ്ടോ ഗോൺസാലസ്. അതായത് മഡൂറോന്റെ ഇലക്ഷനിൽ എതിർപക്ഷത്ത് നിന്ന വ്യക്തിയില്ലേ, തോറ്റു എന്ന് പറഞ്ഞ വ്യക്തി, കോടതി പറഞ്ഞ വ്യക്തി, ആ വ്യക്തിയാണ് ശരിക്കും പ്രസിഡന്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് US പോയി എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പോൾ ഇന്ത്യയിൽ ഇലക്ഷൻ വരികയാണ്. ഇന്ത്യയിലിപ്പോൾ NDA UPA ഇവരാണല്ലോ ലീഡ് ചെയ്യണേ. ഈ വർഷം ജയിച്ചത് NDA ആണ്.
2024 ജയിച്ചത് NDA ആണ്. അപ്പോൾ ചൈന വന്നിട്ട് പറയണം അല്ല, UPA പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് ജയിച്ചത്. ശരിക്കും അങ്ങനെ ചൈന പറഞ്ഞിട്ടില്ല. അത് എത്രത്തോളം ബ്ലേറ്റൻ്റ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് നിങ്ങൾ ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെനസ്വേല എന്ന് പറയുന്നത് പൊളിറ്റിക്കലി സ്റ്റേബിൾ ആയിരുന്ന ഒരു രാജ്യമല്ല, ശരിയാണ്. അവിടെ കറപ്ഷൻ ഉണ്ട്, ശരിയാണ്. പല രാജ്യങ്ങളും അതുണ്ട്. വെനസ്വേലയുടെ കറപ്ഷനെയോ മഡൂരോന്റെ ഗവൺമെന്റിനെയോ അല്ല ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു രാജ്യത്ത് കടന്നു കയറുക, കറപ്ഷൻ ഉണ്ടെന്ന് പറയുക, അത് പിടിച്ചെടുത്തുകൊണ്ട് പോവുക. പണ്ട് ബ്രിട്ടീഷുകാർ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധനം എന്നൊരു സാധനം കൊണ്ടുവന്നു. ഡോക്ട്രിൻ ഓഫ് മിസ് ഗവർണൻസ്, നിങ്ങളുടെ ഭരണം കൃത്യമായ രീതിയിലല്ല പോകുന്നത്. വായിൽ ഒരുപാട് വെള്ളി വീഴുന്നുണ്ട്. നിങ്ങളുടെ ഭരണം കൃത്യമായ രീതിയിലല്ല പോകുന്നത് എന്ന് പറഞ്ഞു. ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്ന ആരാണെന്ന് പറയുക, ഡോക്ട്രിൻ ഓഫ് മിസ് ഗവർണൻസ് കൊണ്ടുവന്ന എവിടെയാണെന്ന് നിങ്ങൾ പറയുക. ഓക്കെ, വെനസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു പേരുണ്ട്, മരിയ കൊറീന മക്കാഡോ. ഈ ചേച്ചിക്കാണ് ഇത്തവണത്തെ നൊബേൽ പീസ് പ്രൈസ് കിട്ടിയത്. അതങ്ങനെയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ നൊബേൽ പ്രൈസുകളും യൂറോപ്യൻ രാജ്യങ്ങളും US, കാനഡ പോലുള്ള ഡെവലപ്ഡ് രാജ്യങ്ങളും ഉണ്ടാവും. ഈ പീസ് പ്രൈസ് മാത്രം അവിടെ എവിടെയും കിടക്കുന്ന രാജ്യങ്ങൾക്ക് കൊടുക്കും. കാരണം അവിടെ മാത്രമേ സമാധാനക്കുറവുള്ളൂ. അതുകൊണ്ട് അവിടെ സമാധാനം സൃഷ്ടിക്കുന്ന ആളുകൾക്ക് കൊടുക്കും. നിങ്ങൾ നോക്കിയാൽ മതി, ഇന്ത്യക്കാരിൽ എത്ര പേർക്കാണ് അല്ലാതെയുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്കാരെന്ന് പോട്ടെ, തേർഡ് വേൾഡ് രാജ്യങ്ങൾ, ഏഷ്യയിലെയും പിന്നെ ആഫ്രിക്കയിലെയും സൗത്ത് അമേരിക്കയിലും യൂറോപ്യൻ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത എത്ര പേർക്കാണ് ബാക്കിയുള്ള നൊബേൽ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ചേച്ചിക്ക് നൊബേൽ കിട്ടിയപ്പോൾ നമ്മളത് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ പറഞ്ഞു ഇവർക്ക് നൊബേൽ കിട്ടി. കുറച്ച് കാലമായിട്ട് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹി ഡിസേർവ്സ് ഇറ്റ്. ഈ ചേട്ടന് നൊബേൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം, പക്ഷെ മൂപ്പർക്ക് കിട്ടിയില്ല. അങ്ങനെ വെനസ്വേലയിലെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായിരുന്ന ചേച്ചിക്ക് നൊബേൽ പ്രൈസ് കിട്ടുന്നു. ഈ ഒരു അറ്റാക്ക് കൂടെ കഴിഞ്ഞപ്പോൾ, അതിന് മുന്നേ ചേച്ചി പറയുന്നു ശരിക്കും ഇത് കൊടുക്കേണ്ടിരുന്നത് ട്രംപിനായിരുന്നു, ശരിക്കും ഇത് എനിക്കല്ല ട്രംപിനാണ്, ഞാൻ എൻ്റെ നൊബേൽ പ്രൈസ് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ കലങ്ങി തെളിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും വെനസ്വേലയുടെ അടുത്ത പ്രസിഡന്റ് ഈ ചേച്ചിയായിരിക്കും. കാരണം ഈ ചേച്ചിയും ഈ ചേട്ടനും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. ഈ ചേച്ചിക്ക് ട്രംപിൻ്റെ സപ്പോർട്ട് വേണം, ട്രംപിന് വെനസ്വേലയുടെ ഓയിൽ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും A=B=C ആണെങ്കിൽ A=C ആവും. എന്തിനു വേണ്ടിയിട്ടാണ് വെനസ്വേലയിൽ ഈ ഓപ്പറേഷൻ നടത്തിയത്? അതിൽ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, അവിടേക്കുള്ള ഡ്രഗിൻ്റെ പ്രശ്നം, അത് നമുക്കറിയാം, കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രശ്നമുണ്ട്. ഈ ഡ്രഗിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് വെനസ്വേലയാണ്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന ഡ്രഗ്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സൈഡിൽ ഗോൾഡൻ ട്രയാങ്കിളും ഒരു സൈഡിൽ ഗോൾഡൻ ക്രസൻറ്റും ഉണ്ട്. ഗോൾഡൻ ട്രയാങ്കിളിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുക, ഗോൾഡൻ ക്രസൻറ്റിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുക. എന്ന് കരുതി ഈ നാട്ടിൽ കയറി ഇവിടുത്തെ പ്രസിഡന്റുമാരെ മൊത്തം പിടിച്ചുകൊണ്ട് വരാൻ നമുക്ക് പറ്റുമോ? മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയാം US വരുന്ന ഈ ഡ്രഗ്സിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് ഈ ഭാഗത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. അതിലൊന്ന് ഏതാണ്? നമ്മുടെ വെനസ്വേലയാണ്. കൊളംബിയയും പ്രശ്നമാണ്, ഇക്വഡോറും പ്രശ്നമാണ്, പെറു ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ സൂക്ഷിച്ചോളുക, ഇവിടുത്തെ പ്രസിഡന്റുമാർ സൂക്ഷിച്ചോളുക. ചങ്ങാതി, നാളെ നിങ്ങളെയും പിടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ട്രംപ് ഇനീഷ്യലി പറഞ്ഞൊരു കാര്യം ഇതാണ്. എന്നാൽ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ട്രംപ് ഒരു കാര്യം പറഞ്ഞു. ഈ ട്രംപിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? നമുക്കറിയാം, നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ചില ആളുകളുണ്ട്, അവർ കള്ളത്തരം കാണിക്കും, പക്ഷെ അത് അവരുടെ മുഖത്തുനിന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ അവർ തന്നെ നമ്മളോട് വന്നിട്ട് പറയും, ഓർക്കാതെ അവർ തന്നെ നമ്മളോട് പറയും. അതായത് ഈ ഉള്ളിലുള്ള ഈ ഒരു കുശുമ്പും കുന്നായ്മയും കൃത്യമായിട്ട് അവരുടെ വായിൽ നമുക്ക് അറിയാൻ സാധിക്കും. ട്രംപ് പറഞ്ഞു, വി ആർ ടേക്കിംഗ് കൺട്രോൾ ഓഫ് വെനസ്വേലാസ് ഓയിൽ റിസർവ്സ്. കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അവിടെ വരും, ആ ഇൻഡസ്ട്രിയെ ഞങ്ങൾ വളർത്തും, വെനസ്വേലയും ജനതയെ ഞങ്ങൾ സഹായിക്കും. അതായത് കെയറിംഗ് ആണ് ഈ മനുഷ്യൻ. മനസ്സിലാവുന്നുണ്ടോ? വെനസ്വേല എന്ന് പറയുന്ന കപ്പലിന് ഒരു കപ്പിത്താനുണ്ട്. ആരാണ് കപ്പിത്താൻ? ട്രംപാണ് കപ്പിത്താൻ. ആ കപ്പൽ ആടി ഉലയുകയില്ല എന്നാര് പറഞ്ഞു? എന്ന് ട്രംപ് തന്നെ പറഞ്ഞു. കേട്ടോ? ഓക്കെ, വെനസ്വേലയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ സൈമൺ ബൊളിവറിനെ പറ്റിയൊന്നും നമ്മൾ പറയുന്നില്ല. ഇദ്ദേഹമാണ് സൈമൺ ബൊളിവർ. അതിന് താഴെ ഇരിക്കുന്ന ഈ ചേട്ടനാണ് ഹ്യൂഗോ ഷാവേസ്. വെനസ്വേലയിലെ എക്സ്ട്രീം പോവർട്ടി കുറച്ചുകൊണ്ടുവന്നതിൽ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. മൂപ്പര് കമ്മ്യൂണിസ്റ്റ് ആണോ എന്നുള്ള ചോദ്യത്തിന് മൂപ്പര് തന്നെ പറഞ്ഞു, ചിലരെന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കും, അങ്ങനെയല്ല, ചിലരെന്നെ സോഷ്യലിസ്റ്റ് എന്ന് വിളിക്കും, അങ്ങനെയല്ല. എന്നാലും മൂപ്പരുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന ആളായിരുന്നു. ആളുടെ കാലഘട്ടത്തിൽ ഓയിലിന് നല്ല വില കിട്ടിയത് കൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഇതേ ആളുടെ കാലഘട്ടത്തിൽ തന്നെ കറപ്ഷൻ കൂടിയിട്ടുണ്ട്, അധികാരം ഈ വ്യക്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഈ വ്യക്തിയുടെ വലം കൈ ചിലപ്പോൾ അങ്ങോട്ട് ഇടങ്കൈ ആയിരിക്കും. ആരാണ്? നിക്കോളാസ് മെഡൂറോ. 999 മുതൽ തൻ്റെ മരണം വരെ 2013 വരെ ഹ്യൂഗോ ഷാവേസ് ആയിരുന്നു വെനസ്വേലയുടെ അധിപതി എന്ന് പറയുന്നത്.
പ്രസിഡന്റ്. അതിനുശേഷം ഇദ്ദേഹം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫേവറിറ്റിസം, നെപ്പോട്ടിസം, ഗ്രൂപ്പിസം എന്ന് നിംബോളി പറഞ്ഞ പോലെ ഈ ഒരു രാജ്യത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ക്ലിയർ ആണ്. പിന്നെ നമുക്കറിയാം ഹ്യൂഗോ ഷാവേസിന്റെ കൂടെ നിൽക്കുന്നത് നൺ അതർ ദാൻ ഫിഡൽ കാസ്ട്രോ, ക്യൂബയുടെ ഫിഡൽ കാസ്ട്രോ. അമേരിക്ക പലതവണ തട്ടാൻ നോക്കിയ ഫിഡൽ കാസ്ട്രോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തോളത്ത് കൈയിടുമ്പോൾ അമേരിക്കയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇല്ല. അമേരിക്ക ഇതിനു മുമ്പും വെനസ്വേലയിൽ ശ്രമിച്ചിട്ടുണ്ട്. 2002 ഹ്യൂഗോ ഷാവേസിന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഒരു മിലിറ്ററി കൂ നടത്താനായിട്ട് അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട്. മഡൂറോയുടെ മെൻഡറായിരുന്ന ഷാവേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് ഫെയിലായി കേട്ടോ. കാരണം എന്താ? ഈ ഷാവേസ് ക്യൂബയും റഷ്യയും ഇറാനുമായിട്ട് സുഹൃത്തുക്കളായിരുന്നു. ക്യൂബ, റഷ്യ, ഇറാൻ. അമേരിക്കയ്ക്ക് ഈ 3 പേരെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം കേട്ടാ. ക്ലിയർ ആണോ? അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പിന്നെ വെനസ്വേലയിൽ മാത്രമാണോ ജനാധിപത്യം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്? അല്ല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം ലോകത്തെ എല്ലായിടത്തും ജനാധിപത്യം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിന് സിമിലർ ആയിട്ട് ഈ വെനസ്വേലയിലെ അറ്റാക്ക് നടന്നപ്പോൾ പണ്ട് വായിച്ചൊരു ഓർമ്മ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വന്നു. അപ്പോൾ അത് പറയാണ്ട് പോകാൻ പറ്റില്ലോ. ഈ നിക്കോളാസ് മഡൂറോനെ അറസ്റ്റ് ചെയ്തൊരു ചിത്രം വന്നില്ലേ, അതിന് വളരെ സിമിലർ ആയിട്ടുള്ള ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആരാന്നറിയോ? സെൻട്രൽ അമേരിക്കൻ രാജ്യം. നിങ്ങൾ പനാമ കനാലിനെ കണ്ടിട്ടില്ലേ? ആ പനാമയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിനെയാണ് US ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആദ്യം ഇതുപോലെ തൂക്കിക്കൊണ്ടുപോയത്. ആ ഓപ്പറേഷൻ അവരൊരു പേര് കൊടുത്തു, ഓപ്പറേഷൻ ജസ്റ്റ് കോസ്. കൃത്യമായി നീതി ന്യായം ഉറപ്പുവരുത്തുക. 989 അദ്ദേഹം അവിടുത്തെ മിലിറ്ററി ജനറൽ ആയിരുന്നു. എഗെയിൻ മൂപ്പര് ഡിക്റ്റേറ്റർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഡ്രഗ് ട്രാഫിക്കിങ്ങിൽ മൂപ്പര് ഇൻവോൾവ് ആയിരുന്നു. കുറെ കാലം മൂപ്പര് US ജയിലിൽ കിടന്നു. പിന്നീട് യൂറോപ്പിൽ ഫ്രാൻസിലോ മറ്റോ ജയിലിൽ കിടന്നു. പിന്നീട് പനാമയിൽ വന്നു. അവിടെ കിടന്ന മൂപ്പര് മരിക്കുന്നത്. ആ മിലിറ്ററി ജനറലിനെ ഇതിനു മുന്നേ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അന്ന് പറഞ്ഞ ഗ്രൗണ്ട്സ് എന്തൊക്കെയാണ്? ഡ്രഗ് ട്രാഫിക്കിംഗ്, റാക്കറ്റിയറിംഗ്, മണി ലോണ്ടറിങ്. ഈ സിമിലർ ഗ്രൗണ്ട്സല്ലേ നിക്കോളാസ് മഡൂറോനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ പിടിച്ചുകൊണ്ട് പോവുക, എവിടെ വിളിച്ചാലും പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് US പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല. മഡൂറോയുടെ കേസിൽ മാത്രമല്ല, ഇതിനു മുൻപുണ്ട്. ഈ US ജനാധിപത്യം കൊണ്ടുവരാൻ നോക്കുന്നു എന്ന് പറയുന്നത് വളരെ പണ്ട് മുതലുള്ള കാര്യമാണ്. എല്ലാം കൂടെ കൊണ്ടുവരാനായിട്ട് എനിക്ക് ഒരുപാട് സ്ലൈഡ് വേണം. കാരണം അത്രയും സ്ഥലങ്ങളിൽ അവർ ജനാധിപത്യം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അവർ ഇടപെട്ടതായിട്ട് CAA കൈകളുള്ളതായിട്ട്, ഒരു പ്രധാനമന്ത്രിയുടെ മരണത്തിൽ CAAക്ക് കൈയുണ്ട് എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള സോഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല കേട്ടോ. വർഷം 1954 ഇത് ലാറ്റിൻ അമേരിക്കയിലേക്ക് കേട്ടോ. ഗ്വാട്ടിമാലയിൽ CIA ഒരു മിലിറ്ററി കൂ നടത്തുന്നുണ്ട്. വർഷം 1961 ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോക്കെതിരെ മൂപ്പര് ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. അതാണ് ദ ബേ ഓഫ് പിഗ്സ് ഇൻവേഷൻ. ബേ ഓഫ് പിഗ്സ് എന്ന് പറയുന്ന ഒരു ബേ പിടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ കയ്യിൽ നിൽക്കുന്നില്ല. 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസ്, വേൾഡ് ഹിസ്റ്ററി NCERT സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, SCERT സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതിലേക്ക് നയിച്ചത് ഈ ഒരു ഇൻവേഷനാണ്. റഷ്യ ക്യൂബയൊക്കെ അടുക്കുന്നത് ആ ഒരു സമയത്താണ്. ക്ലിയർ ആണോ? ക്യൂബയുടെ പ്രശ്നം എന്ന് മനസ്സിലായി. അമേരിക്കയുടെ തൊട്ട് താഴെ കിടക്കുന്നത് അതാണ് ക്യൂബയുടെ പ്രശ്നം, അല്ലെങ്കിൽ അമേരിക്ക ഫേസ് ചെയ്യുന്ന പ്രശ്നം അതാണ്. അവിടെയും CIAക്ക് പങ്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരാം. 2000-ങ്ങളിൽ പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു സദ്ദാം ഹുസൈൻ എന്ന് പറയുന്നത്. ഇറാഖിൽ സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ഈ ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള ആയുധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാഖിൽ പോയി. എഗെയിൻ സദ്ദാം ഹുസൈൻ്റെ എല്ലാ പോളിസികളെയൊന്നും അനുകൂലിക്കാൻ പേഴ്സണലി എനിക്ക് സാധിക്കില്ല. പക്ഷേ സദ്ദാം ഹുസൈനോട് ചെയ്തത് തീരെ നീതിയില്ലാത്തൊരു കാര്യമാണ്. മൂപ്പരുടെ അടുത്തേക്ക് പോകുന്നു. 2003 ഇറാഖിനെ അട്ടിമറിക്കുന്നു. 2003 ഇന്ന് 2025 2026 ഇറാഖിൽ നിന്ന് ഇതുവരെ WMD വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ കിട്ടിയിട്ടില്ല. ഇറാഖി ജനത പിന്നീട് അങ്ങോട്ടൊരു സ്റ്റേബിൾ പൊളിറ്റിക്സ് കണ്ടിട്ടില്ല. ക്ലിയർ ആണോ? വർഷം 1971 ബൊളീവിയയിൽ സൈമൺ ബൊളിവറിന്റെ പേരിൽ വന്ന രാജ്യമാണ് ബൊളീവിയ, ലാറ്റിൻ അമേരിക്ക തന്നെയുള്ള. അവിടെ ഒരു മിലിറ്ററി കൂ നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ട്രംപ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ എഗെയിൻ ഞാൻ പറയുന്നു, കുത്തക മുതലാളിമാർക്കെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തലല്ല അവിടെ നടക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റത്തിനെ ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അതല്ലാതെ ഇത് ലെഫ്റ്റാണ് ഇത് റൈറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിലടിച്ചിട്ട് കാര്യമില്ല. എൻഡ് ഓഫ് ദ ഡേ ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. നാളെ നമ്മുടെ പ്രധാനമന്ത്രിയെ തട്ടിക്കൊണ്ടുപോയാൽ മാത്രമേ നമ്മളെ ബാധിക്കുകയുള്ളൂ. ഇതുകൊണ്ട് തീർന്നിട്ടില്ല. ഏകദേശം 80 വയസ്സ് ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്നതിന് മുമ്പ് കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കും എന്ന് ട്രംപ് പറയുന്നു. ട്രംപ് ഇന്നലെ പറഞ്ഞു, കൊളംബിയ നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങളുടെ പ്രസിഡന്റില്ലേ ആ പെട്രോ എന്ന് പറയുന്ന ചങ്ങാതി, ഹീസ് എ സിക്ക് മാൻ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് മോശം സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു രാജ്യത്തെ പ്രസിഡന്റിനെ പറ്റി പറയുന്നത് ആലോചിച്ച് നോക്കി. ഹീസ് എ സിക്ക് മാൻ. മൂപ്പര് നോർത്ത് കൊറിയയുടെ കിം ജോങ് ഉന്നിനെ പറ്റി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. വ്ളാഡിമിർ പുടിനെ പറ്റി പറഞ്ഞിട്ടില്ല.
പാകിസ്ഥാനെ പറ്റിയോ ഇസ്രായേലിനെ പറ്റിയോ ഇന്ത്യയെ പറ്റിയോ ചൈനയെ പറ്റിയോ പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഇവിടെ എല്ലായിടത്തും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെന്നുള്ളതാണ്. ഇവിടുത്തെ പ്രസിഡന്റുമാരെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു യുദ്ധം ട്രിഗർ ചെയ്യാമെന്നുള്ളതാണ്. ഇന്ന് രാവിലെ വെറുതെ ഈ ഫയലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ വെറുതെ പത്രം വായിച്ചപ്പോൾ അവിടെ ചങ്ങാതി പറഞ്ഞേക്കണു, ഗ്രീൻലൻഡ് ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ ഒരു മിലിറ്ററി ഓപ്ഷനുള്ള സ്കോപ്പ് ഉണ്ട്. ഓൾറെഡി മൂപ്പര് ഗ്രീൻലാൻഡ് പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻലാൻഡ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഐലൻഡ് ഇൻ ദ വേൾഡ്, ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമല്ല, ഡെൻമാർക്കിന്റെ ചേർന്നിരിക്കുന്നതാണ്. ഡെൻമാർക്കിനോട് ചേർന്നിരിക്കുന്നു. ഡെൻമാർക്കിന്റെ അതോറിറ്റിയിൽ വരുന്ന ഒരു പ്രദേശമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. ഗ്രീൻലാൻഡിൽ ഒരുപാട് മിനറൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഡെൻമാർക്കും ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഡെൻമാർക്കിന്റെ പ്രധാനമന്ത്രി, സുന്ദരിയായ പ്രധാനമന്ത്രി പറഞ്ഞു, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാറ്റോ ഇല്ലാതെയാകും. അപ്പോൾ നമുക്കറിയാം ഡെൻമാർക്ക് നാറ്റോയുടെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ ഒരു മെമ്പറാണ്. അമേരിക്കയാണ് അതിൽ ലീഡർ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഡെൻമാർക്കിന്റെ പ്രധാനമന്ത്രി ആരാണ്? നാറ്റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഈ കാര്യങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ. ഓക്കെ, ഇനി ട്രംപ് പറഞ്ഞത് ശരിയാണ്, ലോകത്ത് ജനാധിപത്യം വളർത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതിന് യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഒരു സംശയം 2016-20 കാലഘട്ടത്തിന് ശേഷം 20 അവസാനം തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ട്രംപ് തോൽക്കുന്നു. ട്രംപിന്റെ അനുയായികൾ 2021 US കോൺഗ്രസ് ഇരിക്കുന്ന സീറ്റ്, നമ്മുടെ പാർലമെന്റ് ഇരിക്കുന്ന പോലെ കോൺഗ്രസ് ഇരിക്കുന്ന സീറ്റ്, ക്യാപിറ്റൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യൻ പാർലമെന്റ് തീവ്രവാദികൾ അറ്റാക്ക് ചെയ്ത് നമുക്കറിയാം. ഇന്ത്യയുടെ പാർലമെന്ററി അറ്റാക്ക്, അത് തീവ്രവാദി ആക്രമണമാണ്. ഇതാലോചിക്കേ, ഇതും ഒരു തരം തീവ്രവാദ ആക്രമണമല്ലേ? അല്ലേ? നോക്കിയേ, US കോൺഗ്രസ്, ട്രംപിന്റെ അനുകൂലികൾ, ട്രംപ് തന്നെ ഇൻസൈറ്റ് ചെയ്താണെന്ന് പറയുന്നുണ്ട്. നമുക്ക് തെളിവില്ല. അഗൈൻ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള തെളിവുകളില്ല കേട്ടോ. അറ്റാക്ക് ചെയ്തിട്ട് പാർലമെന്റിന്റെ മുകളിൽ കയറിയിരിക്കുന്നതാണ്. ഇത് ഒരു തേർഡ് വേൾഡ് രാജ്യത്തിലോ ആഫ്രിക്കയിലെ പട്ടിണി പാവങ്ങളുടെ ഒരു രാജ്യത്തോ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലെ ഒരു ദുരിതം പിടിച്ച രാജ്യത്തോ അല്ല നടക്കുന്നത്. എവിടെയാണ്? അമേരിക്കയിലാണ്. ട്രംപിന്റെ പേരിൽ ഇതിന്റെ പേരിൽ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ പോയതാട്ടോ. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് ചോദിച്ചു. ഇതിന് ട്രംപിന് പങ്കുണ്ട് എന്ന് പറയുന്ന ഒരു ഫൈനൽ റിപ്പോർട്ട് കൂടെ വന്നു. പ്രസിഡന്റ് ട്രംപ് ആണ് ഈ വയലൻസ് ഇൻസൈറ്റ് ചെയ്തത്. ട്രംപിനോട് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു, വീണ്ടും ഇപ്പോൾ പ്രസിഡന്റ് ആയപ്പോൾ മൂപ്പര് പറഞ്ഞു, ദ 2020 election വാസ് സ്റ്റോളൻ. അതായത് വെനസ്വേലയിൽ അദ്ദേഹം പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം അമേരിക്കയിൽ പറഞ്ഞ ജോ ബൈഡൻ എന്ന് പറഞ്ഞ വ്യക്തി ജയിച്ചത് അത് കൃത്യമായിട്ട് മാന്യമായിട്ടുള്ള രീതിയിലല്ല, ഇലക്ഷൻ അട്ടിമറിച്ചിട്ടാണ് ജയിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അമേരിക്കയിൽ ജോ ബൈഡൻ അട്ടിമറിച്ചു എന്ന് അവിടുത്തെ ഒപ്പോസിഷൻ ലീഡർ പറഞ്ഞല്ലോ. അപ്പോൾ റഷ്യ വ്ളാഡിമിർ പുടിൻ പറയുകയാണ് ജോ ബൈഡൻ ദുഷ്ടനാണ്, മെയിൻ നല്ല മനുഷ്യൻ ട്രംപാണ്, ഞാൻ ജോ ബൈഡനെ തട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്ളാഡിമിർ പുടിൻ ഒരു ഫ്ലോക്ക് അങ്ങ് പറഞ്ഞു എന്നുള്ളൂ. നിക്കോളാസ് മഡൂറോ അങ്ങനെ ശ്രമിക്കുകയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇന്ത്യനെ കൂടെ നമുക്ക് അങ്ങനെ പറയാം, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അങ്ങനെ ശ്രമിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എത്രത്തോളം റിപ്പർക്കഷൻസ് ജിയോ പൊളിറ്റിക്സിൽ, ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഉണ്ടാക്കുമെന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സിമിലർ സാഹചര്യം എവിടെ ഉണ്ടായിട്ടുണ്ട്? അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ ഡ്രഗിൻ്റെ യൂസ് വരുന്നില്ലേ? അമേരിക്ക മറ്റുള്ള രാജ്യങ്ങളിലെ പൊളിറ്റിക്സിലേക്ക് ഇടപെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? അല്ലെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഇല്ലേ? ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം അമേരിക്കയെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പാകിസ്ഥാൻ ഒരുപാട് മോശം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇല്ലീഗൽ കറൻസി ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്, തീവ്രവാദം ഇവിടെ നടത്തുന്നുണ്ട്, ഇവിടേക്ക് വരുന്ന ഡ്രഗ്സിൽ അവരുടെ കൈയുണ്ട്, പാകിസ്ഥാൻ്റെ ISIക്ക് ഒരു പങ്കുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് വെറുതെ പോയിട്ട് വണ്ടിയിൽ പോയിട്ട് ഷഹബാസ് ഷെരീഫിനെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കുമോ? പിടിച്ചുകൊണ്ട് വരാൻ സാധിച്ചേനെ, പക്ഷെ ഇപ്പോൾ സാധിക്കില്ല. കാരണം പാകിസ്ഥാൻ്റെ കയ്യിലും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്, അല്ലേ? അങ്ങനെയല്ലേ? അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ വാറിനെ അത് ട്രിഗർ ചെയ്യും. ഈ നിലവിൽ ഡൊണാൾഡ് ട്രംപ് ചെയ്തതിൽ മൂപ്പർ പറയുന്ന പല കാര്യങ്ങളും കറക്റ്റാണ്. ഡ്രഗ് ട്രാഫിക്കിംഗ് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഇലക്ഷൻ അട്ടിമറിക്കരുത്, ഡെമോക്രസി വേണം. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾ ആരായിട്ടാ എന്നൊരു ചോദ്യം വരില്ലേ? നിങ്ങൾ ആരാണ് ഈ ലോകത്തെ ജനാധിപത്യം മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്? മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഐക്യരാഷ്ട്ര സംഘടന പോലെ ഒരു ഏജൻസി, ഫോർ ദാറ്റ് മാറ്റർ അവർ സിംഹമാണ്, പക്ഷേ പല്ലില്ലാത്ത സിംഹമാണ്. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവരാണ് പറയുന്നതെങ്കിലും ഇതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടോ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസോ അങ്ങനെ ഒരു ഇന്റർനാഷണൽ അതോറിറ്റി പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് രസമുണ്ട്. കാരണം അതൊരു രാജ്യത്തിന്റെ തീരുമാനമല്ല, അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും കളക്റ്റീവായിട്ട് എടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ ഒരു രാജ്യത്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് 193 രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാം പോയിട്ട് പ്രസിഡന്റുമാരെ പിടിച്ചുകൊണ്ട് വരാൻ അത് മോശമാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിള്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ വാക്കാണ് സുഹൃത്തെ സോവറിൻ.
എന്താണ് സോവറിൻ എന്നാൽ? നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻ. സോവറിനിറ്റി എന്നാൽ പരമാധികാരം. അതിന്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചേ. സോവറിനിറ്റി ഈസ് സിംപ്ലി ദ ഐഡിയ ഓഫ് ഹാവിംഗ് സുപ്രീം അതോറിറ്റി ഓവർ എ ഡിഫൈൻഡ് ടെറിട്ടറി. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ടെറിട്ടറിക്ക് അകത്തും പുറത്തുമുള്ള കാര്യങ്ങളിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം അധികാരമാണ്. ഇറ്റ് മീൻസ് ദ കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ ഇൻഡിപെൻഡന്റ് അതോറിറ്റി ആൻഡ് ഈസ് നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് എനി എക്സ്റ്റേണൽ എൻറ്റിറ്റി. ആ സോവറിനിറ്റി എന്ന് പറയുന്ന, പരമാധികാരം എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ആശയത്തിനെയാണ് ഈ ഒരു അറ്റാക്കിലൂടെ US ചോദ്യം ചെയ്തത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ഉറങ്ങി, നമ്മൾ എഴുന്നേറ്റു. ക്യൂബ ഇവർക്കെതിരെ അറ്റാക്ക് പ്രഖ്യാപിച്ചോ? ഇല്ല. റഷ്യ പ്രഖ്യാപിച്ചോ? ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം കുറേ കാലമായിട്ട് നടക്കുന്നു. കുറേ പേര് അവിടെ മരിക്കുന്നു, കുറേ പേര് ഇവിടെ മരിക്കുന്നു. ഡു വി റിയലി കെയർ? ഹൂ കേസ് എന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഹൂ കേസ്? ആരും കെയർ ചെയ്യുന്നില്ല. എത്ര പേര് ഇന്ന് രാവിലെ പത്രം വായിച്ചിട്ട് യുക്രൈനിൽ കൊല്ലപ്പെട്ട ജനതനെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ട്? ആരും കെയർ ചെയ്യുന്നില്ല. സിറിയയിലെ എത്ര പേര് നോക്കുന്നുണ്ട്? സുഡാനിൽ, സൗത്ത് സുഡാനിൽ എത്ര പേര് നോക്കുന്നുണ്ട്? ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിൽ കൊല്ലപ്പെടുന്ന ആളുകൾ, ഇന്നലെ കൂടെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, കൊല്ലപ്പെട്ടു. എത്ര പേര് കെയർ ചെയ്യുന്നുണ്ട്? ആരും കെയർ ചെയ്യുന്നില്ല. ആരും കെയർ ചെയ്യുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2021 UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് SAക്ക് ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ്, അത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, IBSC പരീക്ഷ വരുവാണല്ലോ, അതിൽ SAക്ക് കുറച്ച് ടോപ്പിക് കുറക്കാമെന്ന് വെച്ചാലേ 3 ടോപ്പിക് തരാം. വളരെ റിലവൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കാണ്. UPSCയുടെ ആ SAക്ക് ചോദിച്ച ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്, ഫസ്റ്റ് ആസ് എ ട്രാജഡി, സെക്കൻഡ് ആസ് എ ഫാർസ്. ഇത് പറഞ്ഞത് കാൾ മാർക്സ് ആണ് കേട്ടോ. കാൾ മാർക്സ്, കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്ന കാൾ മാർക്സ്. ഒരു കാര്യം ചോദിക്കട്ടെ, കാൾ മാർക്സ് ഏത് രാജ്യക്കാരനായിരുന്നു? പലരും അതിൻ്റെ ഉത്തരം തെറ്റിക്കും. കമൻറ്റ് പറയുമ്പോൾ ശരിയായിട്ട് കമൻറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും കാൾ മാർക്സ് ഏത് രാജ്യക്കാരനായിരുന്നു എന്നുള്ളത് നോക്കുക. എവിടെ ജനിച്ച് എവിടെ മരിച്ചു? ജനിച്ച സ്ഥലം വേറെ, മരിച്ച സ്ഥലം വേറെ കേട്ടോ. കാൾ മാർക്സിന്റെ സിദ്ധാന്തം, കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷൻ ആദ്യം വന്നത് റഷ്യയിലാണെന്ന് നമുക്കറിയാം. പക്ഷെ മൂപ്പർ റഷ്യക്കാരനല്ല. കാൾ മാർക്സ് പറഞ്ഞു, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്, ചരിത്രം ആവർത്തിക്കപ്പെടും. ഫസ്റ്റ് ആസ് എ ട്രാജഡി, ആദ്യം നമുക്കത് ദുരന്തമായിട്ട് തോന്നും. സെക്കൻഡ് ആസ് എ ഫാർസ്, പിന്നീട് നമുക്കതൊരു പ്രഹസനമായിട്ട്, ഒരു തമാശയായിട്ട്, ഒരു കോമാളിത്തരമായിട്ട് നമുക്ക് തോന്നും. ശരിയല്ലേ? പനാമയിൽ അറ്റാക്ക് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. പനാമയുടെ പ്രസിഡന്റിനെ കൊണ്ടുപോയി. ഇപ്പോൾ വെനസ്വേലയുടെ പ്രസിഡന്റിനെ കൊണ്ടുപോയി. നമ്മളത് തമാശ രൂപത്തിലല്ലേ പറയുന്നത്. ചരിത്രം ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ 2ാം ലോകമഹായുദ്ധ കാലഘട്ടത്തിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ അത്ര താല്പര്യമുണ്ടായിരുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വായിക്കണേ. ദ ഫാർദർ ബാക്ക്വേർഡ് യു ക്യാൻ ലുക്ക്, the farther forward you are likely to see. ഈ ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എത്രത്തോളം പുറകോട്ട് നോക്കുന്നോ അത്രത്തോളം മുന്നോട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എത്രത്തോളം പുറകോട്ട് നോക്കുന്നു ആ ഇവന്റുകൾ തന്നെയായിരിക്കും ഭാവിയിൽ റിപ്പീറ്റ് അടിച്ച് ഒരു ലൂപ്പിൽ വരിക എന്നുള്ളത്. ക്ലിയർ ആണോ? ഈ 2 സാധനങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സേഫ് ആണോ? ഒരു പരിധിവരെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സേഫ് ആണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മറുപടി അല്ല കേട്ടോ. നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന ഏറ്റവും ജനകീയനായിരുന്ന പ്രസിഡന്റ് ആരാണ്? ഔൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. രാമേശ്വരംകാരനാണ്, ശ്രീ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും സമാധാനവാദിയാണ്, എന്തിനാണ് നിങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നത്? ന്യൂക്ലിയർ വെപ്പൺസ് രാജ്യങ്ങളെ നശിപ്പിക്കില്ലേ? അപ്പോൾ തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള സമാധാനം നിറഞ്ഞ ചിരിയിൽ അദ്ദേഹം പറഞ്ഞു, പീസ് comes out of the strength respects the strength. ക്ലിയർ ആണോ? മൂപ്പരുടെ ഒരു ശൈലി ഓർമ്മയുണ്ടല്ലോ, യൂട്യൂബിലൊക്കെ ഈ ഷോർട്സ് അവൈലബിൾ ആണ്. അതായത് സമാധാനം എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ സ്ട്രോങ് ആകുമ്പോഴാണ്. നിങ്ങൾ വീക്കായിരിക്കുമ്പോഴല്ല സമാധാനം വരുന്നത്. നല്ല സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുള്ളൂ. എൻ്റെ ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയുന്നത് എനിക്ക് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എന്നെ മറ്റുള്ളവർ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ യുക്രൈനെ നമുക്ക് ഓർക്കാം. USSR സ്പ്ലിറ്റ് ആയപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിരുന്ന രാജ്യങ്ങളൊന്ന് യുക്രൈനാണ്. അതവർ വേണ്ടാന്ന് വെച്ചാണ് അമേരിക്കയും UK-യും റഷ്യയും പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ രാജ്യത്തിൻ്റെ അവസ്ഥ നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ ഇതൊരു ഡേഞ്ചറസ് ട്രെൻഡാണ്. ലോകത്ത് കൂടുതൽ രാജ്യങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ പോലെയുള്ള അവരെ സേവ് ചെയ്യാൻ ശക്തമായിട്ടുള്ള ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു ന്യൂക്ലിയർ റേസ് ലോകത്തിന് നല്ലതല്ല. കാരണം എപ്പോഴെങ്കിലും ഇതൊരു റോഗ് പവറിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ പൊളിറ്റിക്കലി അൺസ്റ്റേബിളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വളരെ മോശം, ഒരു വിവരമില്ലാത്ത ഒരു ചങ്ങാതി ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ചങ്ങാതിക്ക് സാധനം എടുത്ത് പൊട്ടിക്കണം തോന്നിക്കഴിഞ്ഞാൽ അത് ഇന്ത്യ ഉൾപ്പെടുന്ന പല രാജ്യങ്ങളെയും ബാധിക്കും. ഒരു ന്യൂക്ലിയർ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് World War 3 എന്നൊന്നുമില്ല. ലോകം അവസാനം. ശുഭം കേട്ടോ. റെഡി? അപ്പം ഇത്രയുമാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്കും ഒന്ന് മയപ്പെടുത്തിയിട്ട് കമൻ്റായിട്ട് പറയാം. ഓക്കെ,
യെസ്, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കാനൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ അച്ഛനോടും അമ്മയോടും പറയാൻ ഒരു ന്യായം ഞാൻ പറഞ്ഞുതരാം. ലോകത്ത് ഇത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെനസ്വേലനെ ട്രംപ് അറ്റാക്ക് ചെയ്തു, കൊളംബിയനും ഗ്രീൻലാൻഡിനും അറ്റാക്ക് ചെയ്യും. സ്വാഭാവികമായിട്ടും അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകും. ഐക്യരാഷ്ട്ര സംഘടന തകരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയും ഒരു യുദ്ധത്തിൻ്റെ ഭാഗമാവും. പിന്നെ ഞാൻ ഇതിനെ പഠിക്കുന്നത് അങ്ങനെ പറഞ്ഞു നോക്ക്, വർക്കാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്. ഈ വെനസ്വേല ട്രംപ് പ്രശ്നം, അതിൻ്റെ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഭാവിയിൽ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളത് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറേ ഏരിയാസ് ഞാൻ പറഞ്ഞു. അത് ഒന്ന് നോക്കി വയ്ക്കുക, ഉഷാറായിട്ട് പഠിക്കുക, എത്രയും പെട്ടെന്ന് ഇഷ്ടമുള്ളൊരു ജോലിയിലേക്ക് എത്തുക. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.